നിങ്ങളുടെ കുഞ്ഞിന് വീട് പോലെ സുരക്ഷിതമായ മറ്റൊരിടം തിരയുകയാണോ? എങ്കിൽ അങ്ങനെ ഒരിടം പൂക്കോട്ടുംപാടത്തുണ്ട്. വണ്ടർ ബീസിൽ 6 മാസം മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വണ്ടർ ബീസ് ഡേ കെയർ നിയർ സപ്ലൈകോ പീപ്പിൾ ഹോസ്പിറ്റൽ റോഡ് പൂക്കോട്ടുംപാടം. അഴുക്കുചാല് മൂടി ചോക്കാട് പെടയന്താൾ റോഡ് പാടെ തകർന്നു. പരിഹാരത്തിന് പരാതി നൽകിയ ആൾക്ക് പഞ്ചായത്തിന്റെ വിചിത്ര മറുപടി. മണ്ണിട്ട് മൂടിയവരുടെ പേര് വിവരങ്ങൾ 7 ദിവസത്തിനകം പഞ്ചായത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരനോട് സെക്രട്ടറി രേഖാമൂലം ഉത്തരവ് നൽകി. അഴുക്കുചാൽ പാടെ മൂടി വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ചോക്കാട് പെടയന്താൾ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിക്ക് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് നൽകിയ മറുപടി പ്രതിഷേധത്തിനിടയാക്കി. റോഡ് അറ്റകുറ്റപ്പണിക്ക് നടപടി സ്വീകരിക്കുന്നതിന് പകരം വിചിത്രമായ ഉത്തരവാണ് പരാതിക്കാരന് നൽകിയത്. റോഡരികിലെ അഴുക്കുചാൽ മണ്ണിട്ട് മൂടിയതാണ് മഴവെള്ളം ഒഴുകിപ്പോകാതിരിക്കാനും റോഡ് വ്യാപകമായി തകരാനും ഇടയാക്കിയതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മണ്ണിട്ട് മൂടിയ സ്ഥലത്തിന്റെ ഉടമസ്ഥരുടെ പേരും വിലാസവും പരാതിക്കാരൻ തന്നെ കണ്ടെത്തി നൽകണമെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പെടയന്താൾ സ്വദേശി തൈത്തുടിക മുഹമ്മദ് കുട്ടി ജൂൺ 17-നാണ് പഞ്ചായത്തിൽ പരാതി നൽകിയത്. പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം. പരാതി പരിശോധിച്ചും സ്ഥലപരിശോധന നടത്തിയതായും പഞ്ചായത്ത് മറുപടിയിൽ പറയുന്നുണ്ട്. അഴുക്കുചാൽ മൂടിയതായി പരാതിയിൽ സൂചിപ്പിച്ച പ്രദേശത്തെ സ്ഥല ഉടമസ്ഥരുടെ വിവരങ്ങൾ പഞ്ചായത്തിന് ലഭ്യമല്ലെന്നും നടപടി സ്വീകരിക്കാൻ അവരുടെ പേരും വിലാസവും 7 ദിവസത്തിനകം രേഖാമൂലം പരാതിക്കാരൻ തന്നെ ഹാജരാക്കണമെന്നുമാണ് സെക്രട്ടറി കത്തിൽ ഉത്തരവിട്ടിട്ടുള്ളത്. 40 സെന്റ് ഹോസ്പിറ്റൽ റോഡ്, നിരവധി കുട്ടികളും മുതിർന്ന ആളുകളും യാത്രക്കാരായിട്ടുള്ള ആളുകൾ ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇത് PMGSY പദ്ധതി പ്രകാരം നിർമ്മിച്ച റോഡാണ്. അന്ന് മുതൽ ഒരു തല മുതൽ മറ്റൊരു തല വരെ അഴുക്കുചാലുണ്ടായിരുന്നു. ഈ അഴുക്കുചാല് മണ്ണിട്ട് മൂടിയിട്ടും മണ്ണ് വന്നടിഞ്ഞ് ഇല്ലാതായിട്ടും ഇതിൽ വരുന്ന വെള്ളം മുഴുവനായിട്ട് റോഡിലൂടെയാണ് വരുന്നത്. റോഡിലൂടെ വന്ന് ഈ റോഡ് ഇക്കോലത്തിലായിട്ടുണ്ട്. ഇതിൽ ഞാൻ പഞ്ചായത്തിലേക്ക് പരാതി കൊടുത്തു. അഴുക്കുചാല് മണ്ണിട്ട് മൂടിയിട്ടുണ്ട്, അത് നിറഞ്ഞൊഴുകി റോഡ് നാശമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് മറുപടി വന്നതാണിത്. ഇതിൽ പറയുന്നത് ഈ പരാതി കൊടുത്തത് എനിക്ക് മറുപടി തന്നത് 7 ദിവസത്തിനകം അവർക്ക് ഈ ആരൊക്കെയാണോ മണ്ണിട്ട് മൂടിയിട്ടുള്ളത് അവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ആധാർ കാർഡ് നമ്പർ വരെ കൊടുക്കണം എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി എനിക്ക് മറുപടി അയച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഈ നാട്ടിലെ ആളുകൾ. എത്രയും പെട്ടെന്നൊരു തീരുമാനം ഇതിനുണ്ടാണെന്ന് കരുതിയിട്ടാണ് ഞാൻ പഞ്ചായത്തിന് പരാതി കൊടുത്തത്. അതിന് കിട്ടിയ ഒരു മറുപടിയാണിത്. ഇതിലിനി ഇങ്ങനത്തെ ഒരു വളരെ മോശമായിട്ടുള്ളൊരു പഞ്ചായത്ത് സെക്രട്ടറിയെയും പഞ്ചായത്തിനെ ഞാൻ ഇതുവരെ എവിടെയും അറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെ ഒരു പഞ്ചായത്ത് ഉണ്ട് എന്നുള്ളത്. പ്രശ്നം പരിഹരിക്കേണ്ട തദ്ദേശ സ്ഥാപനം ഉത്തരവാദിത്വം പരാതിക്കാരന്റെ മേൽ ചുമത്തുന്നതാണ് മറുപടിയെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ ശോച്യാവസ്ഥ കാരണം വാഹനയാത്രയും കാൽനടയാത്രയും ദുരിതമായിരിക്കെ പ്രശ്നപരിഹാരത്തിന് പകരം പരാതിക്കാരനെ പരിഹസിക്കുന്ന രീതിയിലുള്ള മറുപടി നൽകിയതിൽ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്. റോഡിലെ വെള്ളക്കെട്ടും വലിയ കുഴികളും കാരണം ഇരുചക്ര വാഹനയാത്രികർ ഉൾപ്പെടെയുള്ളവർ അപകട ഭീഷണിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മഴ ശക്തമായതോടെ റോഡിന്റെ അവസ്ഥ കൂടുതൽ തകർന്ന യാത്രാ ദുരിതത്തിലായിരിക്കുകയാണ്. അടിയന്തരമായി റോഡ് നവീകരിക്കുകയും വെള്ളമൊഴുകാനുള്ള അഴുക്കുചാൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. റോഡരികിൽ നിന്ന് വെള്ളം തെറിക്കുന്നത് കാരണം കച്ചവടക്കാരും ദുരിതത്തിലായി. അവിടെയൊക്കെ തോട് തൂർത്തുക്കണം. അപ്പൊ ഈ ഓട്ടുമ്മക്കൂടെ ഈ വെള്ളം കെട്ട് മണ്ണുങ്ങാട്ട് ഒന്നായിട്ട് അതിലല്ല വെള്ളം, ഈ തോടൊക്കെ തൂർന്നൊക്കെയാണ്. അതിലല്ല വെള്ളം ഒന്നായിട്ട് അതും ഇങ്ങോട്ട് വരികയാണ്, ഇതിലെല്ലതും അതും ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഞാൻ അവിടെ പോയിങ്ങാണ്ട് മാന്തിങ്ങാണ്ട് ഓട്ടം ഇതാക്കിയാണ്. അത് ഇവരൊക്കെ കാണുന്നുണ്ട്. പീടിക്ക് വെള്ളം പിന്നെ ഓട്ടോറിക്ഷ പോകുമ്പോ ഒന്നായിട്ടും തീർക്കുകയാണ്. അപ്പൊ ഞാനിത് ഇട്ട് മൂടുകയാണ്. അപ്പൊ ഞാൻ തന്നെ ഇങ്ങോട്ട് നോക്കിയാണ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.